ഇതെൻ്റെ ആദ്യത്തെ കുക്കിംഗ് വ്ലോഗാണ്. ആദ്യമായതുകൊണ്ട് തന്നെ ഒരു മധുരത്തിൽ തുടങ്ങാമെന്ന് കരുതി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അടപ്രഥമനാണ്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. താങ്ക് യു. ആദ്യം തന്നെ നമുക്ക് അടപ്രഥമന് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള ഇൻഗ്രീഡിയൻസിലോട്ട് പോവാം. ഞാനിവിടെ ഒരു പാക്കറ്റ് അടയാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാംസിൻ്റെ അട. ഇത് ഏകദേശം ഒരു 15 പേർക്ക് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അടുത്ത് ശർക്കര 750 ഗ്രാംസിൻ്റെ ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മധുരം കുറച്ച് വേണമെന്നുള്ളവർക്ക് 500 ഗ്രാംസിൻ്റെ ശർക്കര എടുക്കാം. പിന്നെ അടുത്ത് 50 ഗ്രാംസിൻ്റെ ചവ്വരി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 50 ഗ്രാംസിൻ്റെ ഗീ എടുത്തിട്ടുണ്ട്. പിന്നെ 3 മുറി തേങ്ങ. തേങ്ങയുടെ പാലാണ് നമുക്ക് വേണ്ടത്. ഒരു വലിയ തേങ്ങയും പിന്നെ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്തിരി 50 ഗ്രാം, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം, ഏലക്ക ഒരു 10 നമ്പേഴ്സ്, പിന്നെ കൊട്ടത്തേങ്ങ അരിഞ്ഞതെടുക്കാം നമുക്ക്. കൊട്ടത്തേങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചത്തേങ്ങ നമുക്ക് എടുക്കാം. ഞാനിവിടെ പച്ചത്തേങ്ങ എടുത്തിട്ടുള്ളത്. അടുത്തത് നമുക്ക് ചവ്വരി ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. ചവ്വരി വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 15-20 മിനിറ്റ്സ് നമുക്കൊന്ന് കുതിരാൻ വയ്ക്കാം. അടുത്ത് നമ്മുടെ അടയാണ്. അട നമുക്ക് വേവിച്ചെടുക്കണം. നമ്മുടെ അടയുടെ പാക്കറ്റ് കട്ട് ചെയ്ത് അട ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. വലിയ അടയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം വെള്ളം ഞാൻ ആൾറെഡി തന്നെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച വെള്ളത്തിൽ വേണം നമ്മുടെ അട അതിലോട്ട് ഇടേണ്ടത്. അടയിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടുത്തതായിട്ട് നമ്മുടെ ശർക്കര ഉരുക്കിയെടുക്കാം നമുക്കൊന്ന്. അടുത്തതായിട്ട് നമ്മുടെ കുതിരാൻ വെച്ചിരുന്ന ചവ്വരി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ അട വെന്ത് കിട്ടിയിട്ടുണ്ട്. അട വേവിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അട വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിലോട്ട് ഒഴിച്ച് അതൊന്ന് ഊറ്റിയെടുക്കാം. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ട് വെള്ളം ഒഴിച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ ചവ്വരി വെന്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചവ്വരി മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ അടുത്ത് നമ്മുടെ ശർക്കരപ്പാനി തിളച്ചിട്ടുണ്ട്. ഇതൊന്ന് ആറാൻ വെച്ചതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാം. ശർക്കരപ്പാനി എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി കിട്ടാനാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. നമുക്ക് അടപ്രഥമൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോവാം. ഇതിപ്പോൾ ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. തീ ഒന്ന് സിമ്മിലോട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ അട, ഈ ഊറ്റി വെച്ചിരിക്കുന്ന അട നെയ്യിലോട്ടിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ ശർക്കരപ്പാനി, നമ്മുടെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കരപ്പാനി ഒന്ന് തിളച്ച് വറ്റിയതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ശർക്കര പാവ് നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് വരട്ടിയെടുക്കാം. വരട്ടിയെടുക്കുമ്പോൾ അടി പിടിക്കാണ്ട് നോക്കണം. കൈ എടുക്കാണ്ട് നിങ്ങൾ വഴട്ടുകയാണ് നല്ലതായിരിക്കും. നമ്മുടെ
തേങ്ങാപ്പാൽ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ തേങ്ങാപ്പാൽ നമുക്ക് എടുക്കാം. ആദ്യം തന്നെ നമ്മുടെ ആദ്യത്തെ പാല് നമുക്ക് പിഴിഞ്ഞെടുക്കാം. അത് ഞാനൊരു 250 ml 2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുണ്ട്. ഒന്നാം പാൽ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം കൈ കൊണ്ട് പിഴിഞ്ഞ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒന്നാം പാൽ അരിച്ചു മാറ്റാം. നമുക്ക് രണ്ടാം പാലിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാർ എടുത്ത് നമുക്ക് അതിൽ ഒരു 250 ml 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് മൂന്നാം പാൽ വീണ്ടും നമ്മൾ മിക്സിയുടെ ജാർ എടുത്ത് മൂന്നാം പാൽ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂന്നാം പാലും ഒന്ന് നല്ലോണം അരിച്ച് മഷി പോലെ ഒന്ന് അരച്ചതിന് ശേഷം അതൊന്ന് അരിച്ചെടുക്കാം. ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും റെഡിയായി. നമ്മുടെ ഈ വഴറ്റി വെച്ചിരിക്കുന്ന ശർക്കര കൂട്ടിലോട്ട് നമുക്ക് മൂന്നാം പാൽ അടുപ്പ് കത്തിച്ചിട്ട് മൂന്നാം പാൽ ആദ്യമായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. മൂന്നാം പാൽ ഒന്ന് തിളച്ച് വറ്റിയതിന് ശേഷം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കുക. രണ്ടാം പാൽ ഏകദേശം ഒന്ന് വറ്റി കുറുകിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്കൊരു പിഞ്ച് ഉപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വേണ്ടാത്തവർക്ക് ഉപ്പ് അവോയ്ഡ് ചെയ്യാം. നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ച് ഒന്ന് തിളച്ച് വരട്ടെ. അതിനിടയ്ക്ക് നമുക്ക് ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കാം. ഏലക്ക പൊടിയാൻ വേണ്ടി ഞാൻ ഇത്തിരി ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലേ പൊടിയത്തുള്ളൂ, അല്ലെങ്കിൽ പൊടിയത്തില്ല. അതിനിടയ്ക്ക് ഒന്നാം പാൽ അതിൻ്റെ വീഡിയോ ആക്ച്വലി മിസ്സായിപ്പോയി. ഒന്നാം പാൽ നമ്മൾ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. തിളപ്പിക്കരുത് ഒന്നാം പാൽ ഒഴിച്ച്. അടുത്ത് നമുക്ക് ഗാർണിഷിങ് ഇതിലോട്ട് പോവാം. കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് അതിലോട്ട് നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ അതിലോട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇടാം. അടുത്തതായിട്ട് നമ്മുടെ മുന്തിരി നമുക്ക് അതിലോട്ടൊന്ന് വറുത്തെടുക്കാം.